മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രാവിലെ 4 ചുമരുകൾക്കകത്ത് നിന്നുകൊണ്ടും അകത്തിരുന്നുകൊണ്ടും അതുപോലെ പ്രഭാഷണമുള്ള ദിവസങ്ങളിൽ 10 മണിക്കും 2 മണിക്കും 6:30 മണിക്കും വലിയ സദസ്സുകളിൽ പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് പ്രഭാഷണങ്ങൾ നടത്തിയും ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ ചിലരെക്കുറിച്ച് നല്ലത് പറയാറുണ്ട്. വ്യക്തിപരമായിട്ടല്ല, അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് നല്ലതാണെങ്കിൽ അതും പറയാറുണ്ട്. ചിലരെക്കുറിച്ച് വിമർശിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്തിക്കാനുള്ള തടസ്സം, ഇയാൾ കഴിഞ്ഞ ആഴ്ച മോശമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയെ ഈ ആഴ്ച നല്ലത് പറയുന്നു, യേശുദാസിനെ കുറിച്ച് നല്ലത് പറയുന്നു, SP ബാലസുബ്രഹ്മണ്യത്തെ കുറിച്ച് നല്ലത് പറയുന്നു. അതേപോലെ തന്നെ പ്രഗത്ഭരായ പല വ്യക്തികൾ അവരവരുടെ യൂസഫ് അലിയെ കുറിച്ച് നല്ലത് പറയുന്നു. അതെന്തിനാ നല്ലത് പറയുന്നേ? അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകിലുള്ള ദുരുദ്ദേശത്തെക്കുറിച്ച് അറിഞ്ഞുകൂടെ? ഈ നന്മകളൊക്കെ പുറകെയുള്ള മൂടുപടം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തികളെ കുറിച്ച് അറിഞ്ഞാൽ ഒരിക്കലും നല്ലത് പറയില്ല എന്ന കമന്റുകൾ 5-6 എണ്ണം വന്നു. ഇനി കമന്റുകൾ എഴുതാതെ അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തിലെ 100% നന്മ നിറഞ്ഞ ഒരു വ്യക്തിയും ഇല്ല, 100% തിന്മ നിറഞ്ഞ വ്യക്തികളും ഇല്ല. എല്ലാവരും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളവരാണ്. നന്മയുടെ അളവ് വ്യത്യാസപ്പെടുന്നത് പോലെ തന്നെ അവരിലെ തിന്മയിലെ അളവുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. പിന്നെ നന്മയും തിന്മയും അബ്സല്യൂട്ട് അല്ല, റിലേറ്റീവാണ്. അത് വ്യാവഹാരികമാണ്, പാരമാർത്ഥികമല്ല. ചില സ്ഥലത്ത് ചെയ്യുന്ന നന്മകൾ വേറെ ചില സ്ഥലത്ത് നന്മകൾ അല്ലാതെയാവുകയും ചെയ്യും. ചില സ്ഥലത്ത് ചെയ്യുന്ന തിന്മകൾ വേറെ ചില സ്ഥലത്തെ തിന്മകൾ അല്ലാതെയാവുകയും ചെയ്യും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആരെ വിമർശിക്കുന്നുണ്ടെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അവഹേളിക്കുന്നുണ്ടെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും എല്ലാം ആ വ്യക്തി ചെയ്യുന്ന ആ പ്രവൃത്തികളെയാണ് ഇപ്രകാരമുള്ള പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. ഡിമോണിറ്റൈസേഷൻ 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചതിൽ നിതീഷ് കുമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. മറ്റെല്ലാ കാര്യത്തിലും അങ്ങേരെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല, ഇലക്ഷന് പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കെതിരെ മഹാഗഠബന്ധൻ വരികയാണ്. അതിൽ അദ്ദേഹം ഇപ്പുറത്താ നിൽക്കുന്നത്. ഇത് ശരിയോ തെറ്റോ എന്നല്ല, അത് ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. വിമർശിക്കാനും അഭിനന്ദിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ചിന്താപരമായിട്ടും വാക്കുകൾ പരമായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. ശാരീരികമായിട്ട് സ്വാതന്ത്ര്യമില്ല. അപ്പോ നമ്മളിപ്പോൾ ആരെങ്കിലും അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ജി സുധാകരൻ ഏറ്റെടുത്ത ദൗത്യം ഇപ്പൊ കുറെ കാലമായിട്ട് സൈലന്റായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാധ്യനായ ജി സുധാകരനെ ഞാൻ എതിർക്കുന്നത് എന്തിനാ? ആ കാര്യത്തിൽ നല്ലത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രഭാഷണം നടത്തുന്നത് എന്തിനാ? ഒരു യുക്തിവാദി ഇന്നലെ ചോദിക്കുകയുണ്ടായി, അതിനെക്കുറിച്ച് ഞാൻ വേറെ മറുപടി പറയുന്നുണ്ടാവും. സാറ് എത്ര പേരോട് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, സാറിനെതിരെ തൊടുത്തുവിട്ട ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഉത്തരം വളരെ സിമ്പിളാണ്. ഈ യൂട്യൂബിലൂടെ റെക്കോർഡ് ചെയ്യുന്നതിലും 10,000 പങ്കെടുക്കുന്ന സദസ്സിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും കമന്റുകൾക്കും ഉത്തരം പറഞ്ഞാൽ പോരെ? ചോദിച്ചവന്റെ ചോദ്യത്തിന് അവനോട് തന്നെ മറുപടി പറയണം എന്ന ഉത്തരവാദിത്വമൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ലല്ലോ.
ഒന്നുമല്ലാതെ ഒരു മൂലക്കിരിക്കുന്നവന് വേറെ ഒരു പണിയില്ലാതെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുത്തരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കാം. വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറയുകയുണ്ടായി. ചില തരത്തിലുള്ള അറിവ് അളക്കാൻ സാധിക്കില്ല. ചില തരത്തിലുള്ളത് എക്സ്പെരിമെന്റബിൾ നോളജാണ്, ചിലത് എക്സ്പീരിയൻഷ്യൽ നോളജാണ്. ഇന്ന് വേദമന്ത്രം കൂട്ടിയതുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി. അതിന് ധാർഷ്ട്യത്തോടുകൂടി ഒരു സ്ത്രീ കമന്റ് ചെയ്തത്, എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് കൊളസ്ട്രോള് എക്സ്പെരിമെന്റബിൾ ആണ്, അളക്കാൻ സാധിക്കും മെഷീൻ ഉപയോഗിച്ച്. HDL-ഉം LDL-ഉം ഹീമോഗ്ലോബിനും ബ്രെയിൻ വേവ്സും അളക്കാൻ സാധിക്കും. ബ്രെയിൻ വേവ്സ് EEG ഉപയോഗിച്ച് അളക്കാം. ECG ഉപയോഗിച്ച് ഹാർട്ടിന്റെ പെർഫോമൻസ് അളക്കാൻ സാധിക്കും. അയോഡിൻ കണ്ടന്റ്, തൈറോയിഡ് അളക്കാൻ സാധിക്കും ഉപകരണം ഉപയോഗിച്ച്, കെമിസ്ട്രി ഉപയോഗിച്ച്. ചിലത് അളക്കാൻ സാധിക്കില്ല. എൻ്റെ സന്തോഷം, എൻ്റെ ദുഃഖം, എൻ്റെ വാശി, എൻ്റെ ദേഷ്യം, എൻ്റെ പക, എൻ്റെ സ്നേഹം, എന്നിലുള്ള ബഹുമാനം, എൻ്റെ മനസ്സിലുള്ള വികാരങ്ങളെ അളക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എതിർക്കാൻ വേണ്ടി മാത്രം അച്ഛനും അമ്മയും വെറുതെ ഇരിക്കുമ്പോൾ ജന്മം നൽകിയ ഈ ധാർഷ്ട്യമുള്ള പെൺകുട്ടി തിരിച്ച് യൂട്യൂബിൽ കമന്റ് ചെയ്തത്, this foolish scientist does not know that these emotions are coming through the hormonal changes. ഈ വിഡ്ഢിയായ ശാസ്ത്രജ്ഞന് ഈ വികാരങ്ങളൊക്കെ മനുഷ്യനിൽ വരുന്നത് ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് എന്ന് പോലും അറിഞ്ഞൂടാ. ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത ഗോപാലകൃഷ്ണൻ അറിയാം വികാരങ്ങൾ മാറുന്നത് ഹോർമോണൽ ചേഞ്ച് ആണെന്ന്. ഞാൻ പറഞ്ഞത് ഇത് അളക്കാൻ പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. ഈ വികാരങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞില്ല. എത്ര ദേഷ്യമുണ്ട് അത് മെഷർമെന്റിൽ പറയാൻ പറ്റുമോ? നീളത്തിലോ വീതിയിലോ ഭാരത്തിലോ ഡിഗ്രിയിലോ പറയാൻ പറ്റുമോ? അപ്പൊ ചില വ്യക്തികളെ എതിർക്കാൻ വേണ്ടി മാത്രം എതിർക്കുമ്പോൾ പറയാത്ത വാക്കുകൾ പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയുടെ വായിലേക്ക് തള്ളി കയറ്റിയിട്ട് ധാർഷ്ട്യത്തോടു കൂടി പറയുമ്പോഴത്തേക്കും അവരുടെ അച്ഛനും അമ്മയും ചെയ്ത ഏറ്റവും തിന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് അറിയാതെ ഓർത്തു പോകുന്നത്. ഒന്ന് തുറന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള മനസ്സില്ലാതെ അവനവൻ ധരിച്ചതിലേക്ക് മറ്റുള്ളവൻ പറഞ്ഞത് കൊണ്ടുവന്ന് ആ ധാരണ പ്രകാരം മറ്റുള്ളവൻ പറഞ്ഞതിനെ വിശകലനം ചെയ്യേണ്ട ഒരു ഗതികേടാണ് യുക്തിവാദവും പുരോഗമനവാദവും എന്നൊക്കെ ധരിച്ച് മുമ്പോട്ട് പോകുന്നവര്. അവരോടൊക്കെ എന്താ പറയുക? അവരോടൊക്കെ അതേപോലെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നും നമ്മൾ ചിന്തിക്കാനുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. ധന്യമായിട്ട് പ്രവർത്തിക്കുക. കർമ്മനിരതരായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിലെ നന്മകളും തിന്മകളും അഭിനന്ദിക്കേണ്ടതിനെല്ലാം അഭിനന്ദിക്കാം. 1000 തെറ്റ് ചെയ്തവൻ ഒരു ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 തെറ്റുകളെ വിമർശിക്കുന്നതോടൊപ്പം ഒരു ശരിയെ അഭിനന്ദിക്കാനും പഠിക്കണം. അതുപോലെ എന്തെല്ലാം നന്മതിന്മകൾ ഉണ്ടോ അതിനെ വേർതിരിച്ചറിഞ്ഞ് എടുക്കാനുള്ള ഒരു മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ് തുറന്ന മനസ്സും മുൻവിധിയില്ലാത്ത വീക്ഷണവും ഉണ്ടാവണമെന്ന് പറയാനുള്ള യോഗ്യത ഉണ്ടാവുക. എല്ലാത്തിലും രണ്ടുണ്ട്. ആവക്കയിൽ കയ്പുണ്ട്, ആവക്കയിൽ ന്യൂട്രീഷനും ഉണ്ട്. ശർക്കരയിൽ മധുരവുമുണ്ട്, ശർക്കരയിൽ പരിധി കടന്നാൽ ശരീരത്തിൽ ഡയബറ്റിക്സ് ഉണ്ടാക്കുന്ന പ്രശ്നവുമുണ്ട്. മുളകില് എരിവിന്റെ നല്ല ടേസ്റ്റും ഉണ്ട്, കാപ്സൈസിൻ എന്ന കാർസിനോജനിക് കോമ്പൗണ്ടും ഉണ്ട്. നമ്മളുടെ തന്നെ കുടുംബാംഗങ്ങളിൽ തന്നെ നന്മകളും തിന്മകളുമുണ്ട്. അപ്പൊ നന്മകളെ നന്മകളായിട്ട് കാണുകയും അത് ലോകത്തിന് മാതൃകയായിട്ട് അവർ പ്രദർശിപ്പിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും തിന്മകൾ ലോകത്തിന് വലിയ ഉപദ്രവമില്ലാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വലുതായിട്ട് ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അഭികാമ്യം. അതുകൊണ്ട് യേശുദാസിന്റെ കാര്യത്തിലായാലും ജി സുധാകരന്റെ കാര്യത്തിലായാലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാര്യത്തിലായാലും ശ്രീ മോഡിയുടെ കാര്യത്തിലായാലും ഇടുക്കി ബിഷപ്പിന്റെ കാര്യത്തിലായാലും അതുപോലെ KT ജലീലിന്റെ കാര്യത്തിലായാലും കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലായാലും അവർ ചെയ്യുന്ന നന്മകളെ നന്മകളെന്ന് പറയാനുള്ള മനസ്സില്ലെങ്കിൽ ഈ ലോകത്തില്
നിലനിർത്തേണ്ടതിനെ പ്രകൃതി നിലനിർത്തുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു. അങ്ങനെ മുൻവിധിയോടുകൂടിയാണ് എല്ലാവരെയും വിലയിരുത്തുന്നതെങ്കിൽ അയാളെ പ്രകൃതി നിലനിർത്താൻ അനുവദിക്കില്ല. പ്രകൃതി അടിച്ച് തെറിപ്പിക്കുമെന്നൊരു ധാരണ വെച്ചുകൊണ്ടാണ്, ശരിയോ തെറ്റോ ആവട്ടെ, അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോവുക. നന്മകളെ നന്മകളായും തിന്മകളെ തിന്മകളായും, ദുരുദ്ദേശത്തോടുകൂടി നന്മകൾ ചെയ്യുമ്പോൾ ദുരുദ്ദേശത്തോടുകൂടി ആനന്ദം പറയാനുള്ള ഒരു സത്യസന്ധത. അത് തന്നെയാണ് മഹാത്മാഗാന്ധി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആ പുസ്തകത്തിലൂടെ വിവരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ബി ബ്രേവ് ലെറ്റ് ദ പപ്പീസ് ബാർക്ക് ഇറ്റ് ഷുഡ് നോട്ട് തോട്ട് യുവർ ഫോർവേഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. അവരുടെ വരികളിലൂടെ പോകുമ്പോൾ എല്ലാ മനുഷ്യരും നന്മ ചെയ്തവരാണെന്ന്, ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെന്നോ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരോ എന്നല്ല, എല്ലാ മനുഷ്യരിലും നന്മകളും തിന്മകളും ഉണ്ട്. അതിലെ നന്മകളെ കണ്ട് അത് നന്മയാണ്, ലോകത്തിന് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അതിനെ അഭിനന്ദിക്കാൻ അവസാനത്തെ ശ്വാസം വരെ ശരീരത്തിനും നാക്കിനും ഊർജം തരയണമേ ജഗദീശ്വര എന്ന പ്രാർത്ഥിക്കുന്നത്. പ്രണാമം, നമസ്കാരം.